ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പൊ ഗൈസ്, സലാർ ഇന്ത്യൻ സിനിമ കാത്തിരുന്ന ഏറ്റവും വലിയ സിനിമ. ഇതിൽ പ്രഭാസ് ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. എന്നാലും എല്ലാരും കാത്തിരുന്നത് KGF എന്ന അല്ലെങ്കിൽ KGF പാർട്ട് 1 പാർട്ട് 2 എന്ന ബ്രഹ്മാണ്ഡം സൃഷ്ടിച്ച ഡയറക്ടറിന്റെ അടുത്തൊരു സിനിമ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് കിട്ടിയത്. കാരണം പ്രഭാസിന്റെ ഒക്കെ കഴിഞ്ഞ 4-5 സിനിമ വൻ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഭാസിനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഉള്ളിൽ പോകുന്ന ചാൻസ് കുറവായിരുന്നു. മേ ബി തെലുങ്ക് ഓഡിയൻസ് ഉണ്ടാവും. അതർ സ്റ്റേറ്റ്സിലെല്ലാം ഇപ്പോഴും പ്രശാന്ത് നീലിന് വേണ്ടിയിട്ടായിരിക്കാം ഈ സിനിമ കാണാൻ എല്ലാവരും ഉള്ളിൽ പോയിട്ടുണ്ടാവുക. ഞാനും ഈ സിനിമ കണ്ടു. സിനിമ എങ്ങനെയുണ്ടാകുന്ന ചോദിച്ചാൽ ഇറ്റ്സ് എ വൺ ടൈം വാച്ച് എന്ന് ഞാൻ പറയും. ഉഗ്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി ലൈനും ഉഗ്രത്തിന്റെ സ്റ്റോറി ലൈനും തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടാവും. കാരണം പ്രശാന്ത് നീൽ തന്നെ പറഞ്ഞതാണ്, ഐ എം നോട്ട് റീമേക്കിംഗ് ഉഗ്രം, ബട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ആൾക്കാർ ഇത് കാണണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സലാർ എന്ന ഒരു സിനിമ പ്രഭാസിനെയും പൃഥ്വിരാജിനെയും വെച്ച് ചെയ്യുന്നത്. ഏകദേശം ഉഗ്രത്തിന്റെ സ്റ്റോറി തന്നെയാണ് ഇതിനുള്ളത്. അതുകൂടാതെ സലാർ എന്ന് പേരുണ്ടെങ്കിലും ഒരു സാമ്പാർ പരുവത്തിലായിരുന്നു ഈ സിനിമ ഉണ്ടായിരുന്നത്. കാരണം ഇതിൽ ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ട്. അതിന്റെ ഏകദേശം അതൊക്കെ ഒരു പ്ലോട്ട് പോലെ ഗെയിം ഓഫ് ത്രോൺസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ KGF ഉണ്ട്, ഉഗ്രമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് സാമ്യം തോന്നും. ഇതിൽ വന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ സിനിമ ഒരു സീരിയസ് ആയി എടുത്തതാണെങ്കിൽ ചിലപ്പോൾ ഇനിയും നന്നായിട്ടുണ്ടാവും. കാരണം ഇതൊരു 2 മണിക്കൂർ ഇല്ലെങ്കിൽ 2.5 മണിക്കൂർ ഇല്ലെങ്കിൽ 3 മണിക്കൂറിൽ ഒതുങ്ങേണ്ട കഥയല്ല. ഇല്ലെങ്കിൽ അടുത്തൊരു പാർട്ട് വന്നാൽ കൂടെ ഈ കഥ മുഴുവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ഒരുപാട് ട്രിം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഇതിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ട്. ഇവരൊരു ട്രൈബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു 5-6 ട്രൈബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, കുറെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ട്. ഇവിടെ ഈ സിനിമയിൽ ആകെ വരുന്നത് പ്രഭാസിനുള്ള ബിൽഡപ്പ് മാത്രമാണ്. അതും ബിൽഡപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഏകദേശം കഥ തുടങ്ങിയ ഒരു 1.5 മണിക്കൂറാവും ഇത് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കാൻ. അതിനുശേഷം ഒരു ഇന്റർവെൽ ബ്ലോക്ക്, കുഴപ്പമില്ലാത്ത ഇന്റർവെൽ ബ്ലോക്ക്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് ഒരു പിന്നെയും കഥ ഡൗൺ ആവുന്നു. എങ്ങോട്ടേക്കാ പോകാത്തത് അനുസരിച്ച് ഒരു ലാഗ്. പ്രഭാസ് ഒന്നില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യ്, ഇത്ര വലിയ ആളാണെന്ന് പറയണ്ടല്ലോ നീ, എന്നാ പിന്നെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നമുക്ക് തോന്നിപ്പിക്കുന്നത് പോലെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. പിന്നെ ക്ലൈമാക്സിനോട് വരുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ക്ലൈമാക്സ് ആണ്. സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാൻ ഓക്കെ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറയുന്നത് പോലത്തെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ തരുന്നുണ്ട്. പടത്തിൽ ഇനി പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറയും, എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നതിൽ ആക്ഷൻ കൊറിയോഗ്രാഫി, ഐ മീൻ മേക്കിംഗ് എല്ലാം പക്കായിരുന്നു. അതുപോലെ പിന്നെ ഇതിൽ പോസിറ്റീവ് എന്ന് വെച്ചാൽ ഞാൻ പറയാം BGM ഒക്കെ കൊള്ളായിരുന്നു, ആക്ഷൻ കൊറിയോഗ്രാഫിയും കൊള്ളായിരുന്നു. എന്തുകൊണ്ട് പ്രഭാസിനെയും പൃഥ്വിരാജിനെയും കുറിച്ച് പറയുന്നില്ല എന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എ സ്കോപ്പ് ടു ആക്ട് ഇൻ ദിസ് ഫിലിം. ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഫസ്റ്റ് പാർട്ടിൽ. കാരണം പ്രശാന്ത് നീലിന്റെ പടം KGF ഇതിനു മുമ്പ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് KGF-ലെ ഡയലോഗ്സ്, റോക്കി ബായ് പറയുന്ന ഓരോ ഡയലോഗ്സും നമുക്ക് ഇങ്ങനെ തറച്ച് കയറും നമ്മുടെ മനസ്സിനുള്ളിൽ. അങ്ങനെ മാസ് ഡയലോഗ്സ് ആയിരുന്നു. ഇതിൽ ഫസ്റ്റ് ഹാഫിൽ പ്രഭാസ് സംസാരിക്കുന്നേ ഇല്ല. സംസാരിക്കുകയാണെങ്കിൽ ഒരു 3-4 ഡയലോഗ്, ഒന്നില്ലെങ്കിൽ അമ്മ എന്ന് പറയും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ കുട്ടിനെ അവിടെ കൊണ്ട് വിടുന്നത്. ഇതല്ലാതെ പ്രഭാസിനൊരു ഡയലോഗ് ഇല്ല. പ്രഭാസ് മാസ് കാണിക്കാൻ ഫൈറ്റ് വെച്ച് മാസ് കാണിക്കാം, പക്ഷെ ഒരു ഡയലോഗ് വേണ്ടേ? ഇത്ര വലിയ മാസ് ഹീറോയാണ്. ഇതൊരുമാതിരി മരമ്പമ്മ പോലെ വന്നിട്ട് ഒരു ഡയലോഗ് ഇല്ലാത്തൊരു പ്രഭാസിന്റെ ക്യാരക്ടർ. സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോഴും ഡയലോഗ് ഇല്ല. പൃഥ്വിരാജിനാണെങ്കിൽ കൂടെ പെർഫോം ചെയ്യാൻ ചാൻസസ് ഇല്ല. ഇവർ പറയുന്നുണ്ട് ഇവർ ഇത്ര വലിയ ആൾക്കാരാണ്, ഇവരിങ്ങനെയാണ്, അതങ്ങനെയാണ്, പ്രഭാസ് അങ്ങനെയാണ്, പക്ഷെ ഇതൊക്കെ പെർഫോം ചെയ്ത് കാണിക്കണ്ടേ? അതിനൊരു ജീവനില്ലാത്തത് പോലെ എനിക്ക് തോന്നി. അത് എന്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല. പിന്നെ ഇതിലൊരു അമ്മ ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരത്തി ഓവറാക്കി ചളവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സീനിൽ പുള്ളിക്കാരത്തി കുട്ടികളോടൊപ്പം പ്രഭാസ് കേക്ക് കട്ട് പോകുമ്പോൾ അയ്യോ ആ പ്ലാസ്റ്റിക് അതേക്ക് പിടിച്ചു വന്നിട്ട് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് വാങ്ങിക്കും. അടുത്ത സീനിൽ ആരാന്നേ അറിയാത്ത സുധി ഹസനെ 4 പേര് പിടിച്ചിട്ട് പോകുമ്പോൾ അവർ കത്തിയൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടാവും. നീ അവരുടെ കൈ വെട്ടി എടുത്തിട്ടാണെങ്കിലും ആ കുട്ടീനെ രക്ഷിക്കുന്ന പറയും. എനിക്കിതിൽ ലോജിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഒരു സൈഡിൽ നിന്ന് തടുക്കുന്നു, ആരോന്നും അറിയാത്ത ഒരു ചെറിയ കുട്ടികളുടെ അടുത്ത് വരെ തടുക്കുന്നു ആയുധം യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. ആ സൈഡ് പോയിട്ട് നീ എന്നാ പിന്നെ അടിച്ചിരുന്നൊക്കെ പറയുന്നു. അറിയില്ല, ഉഗ്രമൊക്കെ ഓൾറെഡി കണ്ടതുകൊണ്ടായിരിക്കാം എനിക്കിത് വലുതായിട്ട് അങ്ങോട്ട് ക്ലിക്കായില്ല. മൊത്തത്തിൽ ക്യാരക്ടർ ബിൽഡപ്പും മാത്രമേ ഉള്ളൂ പടത്തിൽ. അവസാനം എത്തണം പടം എന്താണ് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഒരു അവസാനത്തെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഇരുന്ന് കണ്ടാലേ നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ ഇത് എവിടേക്കാ സ്റ്റോറി കൊണ്ടുപോകുന്നതെന്ന്. ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് വൻ ബെറ്റർ ആയിരിക്കാം, പക്ഷെ പ്രശാന്ത് നീൽ പറഞ്ഞതനുസരിച്ച് ഈ പടം എത്രത്തോളം ഹിറ്റ് ആവുന്നു അതിനനുസരിച്ച് സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉള്ളൂ. എനിക്കറിയില്ല അതിന് റിപ്പീറ്റഡ് വാച്ച് ഉണ്ടാവുമോ എന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം നമ്മളെ കൊണ്ട് ഒരു പ്രാവശ്യം കണ്ടു തീർക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. സോ എനിക്കൊരു വൺ ടൈം വാച്ച് അല്ലെങ്കിൽ ബിറോ ആവറേജ് മൂവി ആയിട്ടാണ് സലാർ തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. പിന്നെ ഒരു കാര്യം, ശ്രുതി ഹാസന്റെ റോളും
എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ശ്രുതി ഹാസനും വളരെ ആവറേജ് ആയിരുന്നു. അതെല്ലാം പറയണമല്ലോ പറയുമ്പോൾ. അത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് സലാറിനെ കുറിച്ച് പറയാൻ. വലുതായിട്ട് ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമ അമ്പേ പരാജയപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. കാരണം എക്സ്പെക്ടേഷൻ അത്ര ഹൈ ആയിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. കാണാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം പോയി കണ്ടു നോക്കുക എന്തായാലും പ്രശാന്ത് നീലിന് വേണ്ടി. കാരണം സെക്കൻഡ് പാർട്ട് മേ ബി ബെറ്റർ ആയി വരികയാണെങ്കിൽ ഈ പാർട്ട് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ അത്രയും ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.